റമദാൻ വ്രതം ആരംഭിക്കുന്നു നാളെ മുതൽ. കേരളത്തിലെ പഴവർഗ്ഗങ്ങൾക്ക് വിലയേറാൻ സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു. റമദാൻ വ്രതം നോമ്പ് കഴിയുന്ന ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പഴവർഗ്ഗങ്ങളാണ്. അതിനാലാണ് ഈ പഴവർഗ്ഗങ്ങൾക്ക് വില വർദ്ധിക്കാൻ കാരണമാകുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിലെ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കണമെന്നുള്ള ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരവും പഴവർഗ്ഗങ്ങൾ വാങ്ങുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. തണ്ണിമത്തൻ, പൈനാപ്പിൾ, ഓറഞ്ച്, മൂസാമ്പി, മുന്തിരി, പപ്പായ എന്നീ വിഭാഗത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങൾക്കാണ് സാധാരണഗതിയിൽ വില വർദ്ധിക്കാറുള്ളത്. ഈ വില ഏകദേശം റമദാൻ മാസം കഴിയുന്നിടം വരത്തെ കാലയളവിൽ ഒരു മാസത്തേക്കെങ്കിലും കൂടി നിൽക്കാൻ സാധ്യതയുണ്ട്. നമസ്കാരം. അടുത്ത മാസം സീസണാകുമ്പോൾ, ഓറഞ്ചിൻ്റെ സീസണാകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ വില കുറയാൻ സാധ്യതയെന്ന് വ്യാപാരികൾ പറയും. ആരംഭിക്കുന്ന വേളയിൽ ഏറ്റവും അധികം ആളുകൾ വ്രതം നോമ്പ് നിൽക്കുന്ന ഈ സമയത്ത് വ്രതം മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പഴവർഗ്ഗങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഇതിനിപ്പം തൽക്കാലം വില കുറവായിരിക്കാം. സീസണായി വരുന്ന സാഹചര്യത്തിൽ വില കൂടാൻ സാധ്യതയുണ്ട്. ഉടമയോട് തന്നെ ചോദിക്കാം, നമുക്കിതിൻ്റെ വിതരണക്കാരത്തിൽ ചോദിക്കാം, കച്ചവടക്കാരോട് ചോദിക്കാം നമുക്കിതെങ്ങനെയാണെന്ന്. പൊതുവെ ഫ്രൂട്ട്സ് വില കൂടുതലാണ്. ഇപ്പോൾ ഒന്നിൻ്റെ സീസണല്ല, ഓറഞ്ചിൻ്റെ സീസൺ തുടങ്ങിയതേ ഉള്ളൂ. അത് കാരണത്താൽ ഇത്തിരി വില കൂടുതലുണ്ട്. സീസണാകുമ്പോൾ വില കുറയും. പിന്നെ റമദാൻ പ്രമാണിച്ചുള്ള വില വ്യത്യാസങ്ങളുണ്ട്. പിന്നെ പൊതുവേ സർക്കാരിൻ്റെ നിബന്ധന അങ്ങനെയാണല്ലോ, പഴവർഗ്ഗങ്ങൾ കഴിക്കണം, മറ്റ് കോള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്നും. അതുകൊണ്ട് പഴവർഗ്ഗങ്ങൾക്ക് വിപണിയിൽ വില കൂടുതലുണ്ട്. പിന്നെ പൊതുവേ സീസണിൻ്റെ ഒരു പ്രോബ്ലമുണ്ട്. നാളെ മുതൽ പൊതുവേ ഉപയോഗം കൂടുതലാവും. നാളെ മുതൽ ഉപയോഗം കൂടുതൽ വരും. റമദാൻ തുടങ്ങുന്ന സാഹചര്യത്തിലാണല്ലേ കൂടുതൽ വരും. അപ്പോൾ അത് ഏകദേശം ഒരു മാസത്തോളം വില കൂടി തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ നിൽക്കും. എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഇതുപോലെയാണ് കണ്ടുവരുന്നത് അല്ലേ? റമദാനിൽ പൊതുവെ വില മാർക്കറ്റിൽ കൂടുതൽ നിൽക്കും അല്ലേ?